കോഴിക്കോട് ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സംഘർഷത്തിന് പിന്നിൽ ഭീകര സംഘടനയായ SDPI ആണെന്ന ആരോപണം ശക്തമാകുകയാണ്. അതിനിടയിലാണ് SDPI പഴിചാരേണ്ടതില്ല എന്ന നിലപാടുമായി ചില മതസംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്ത നേതാവ് നാസർ ഫൈസി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പോസ്റ്റിട്ട് SDPIയെ ന്യായീകരിക്കുവാനുള്ള ശ്രമവും ഈ വിഷയത്തിൽ SDPIയെ പഴിക്കേണ്ടതില്ല എന്ന നിലപാട് കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. രമ്യ ദാസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. രമ്യ, നേരത്തെ തന്നെ ഈ സംഘർഷത്തിൻ്റെ സ്വഭാവം കണ്ടപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ചെന്നെത്തിയത് തീവ്ര ഇസ്ലാമിക സംഘടനയായ SDPIയിലേക്കാണ്. കാരണം വളരെ സമാധാനപരമായി നടന്ന ഒരു സമരം വളരെ പെട്ടെന്ന് അക്രമാസക്തമാകുന്നു. അവിടെ ഒരു കലാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുക്കുന്നു. അപ്പോൾ പരിശീലനം ലഭിച്ച ക്രിമിനലുകൾ ഈ സമരത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി എന്നത് ഒരു വസ്തുതയാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം ഏത് ദിശയിലാണ് പോകുന്നത് രമ്യ? ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ SDPIയെ അനുകൂലിച്ചുകൊണ്ട്, കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ സംഘർഷമുണ്ടായ അന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. കാരണം ഇതിൽ പുറത്തു നിന്നുള്ള ശക്തികൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം, വലിയ തോതിലുള്ള സംഘർഷം അവിടെ ഉണ്ടായത് എന്ന രീതിയിൽ പോലീസ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം നിലനിന്നത്. ഈ ഒരു ആരോപണം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ SDPI ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഈ SDPIയെ അനുകൂലിച്ചുകൊണ്ട് സമസ്തയുടെ നേതാവായിട്ടുള്ള ഈ നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. അതായത് ഇതിൽ SDPIക്ക് പങ്കില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ഈ സംഘർഷത്തെ വർഗീയത ആരോപിച്ചുകൊണ്ട് വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. ഒരു ജനകീയ സമരത്തിൽ വർഗീയതയും തീവ്രവാദവും കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളാണ്. ഒരു നാടിന് വേണ്ടി അല്ലെങ്കിൽ അവിടെയുള്ള പോലീസുകാർക്കും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരം അവിടെ നടക്കുന്നത്. ഇത് കൃത്യമായ അന്വേഷണം നടക്കാതെ എന്തിനാണ് ഇത്തരത്തിലൊരു SDPI അല്ലെങ്കിൽ ഒരു സംഘടനയെ മാത്രം പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പരോക്ഷമായി തന്നെ ഇത്തരം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടക്കം ഇങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ ഫ്രഷ് കട്ട് വിരുദ്ധ സമരം ചോരയിൽ മുക്കിയാണ് പോലീസ് നേരിട്ടത്. പോലീസിനെ കല്ലെറിഞ്ഞും കമ്പനിയുടെ അനാവശ്യ വസ്തുക്കൾ കത്തിച്ച് സീനുണ്ടാക്കിയതും ആരാണ് എന്ന രീതിയിൽ സമരക്കാർ ചെയ്തതാണെങ്കിൽ 6 വർഷത്തിനിടയിൽ എപ്പോഴായാലും അവർക്ക് ഇത് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അത്തരത്തിൽ ഈ SDPI പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അതായത് ഈ കമ്പനിയിലെ മുതലാളിമാർക്കെതിരെയുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അതായത് ഈ കമ്പനിയിലെ മുതലാളിമാരാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടോ ഈ കമ്പനിയെ തകർക്കുക അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സമരം പൊളിക്കുക എന്ന രീതിയിൽ അതിനുള്ളിൽ തന്നെ ആളുകൾ കയറി അക്രമം നടത്തിയതാണോ അതിനെ മറപിടിക്കാനാണോ ഇത്തരത്തിലൊരു SDPI ഉൾപ്പെടെയുള്ള സംഘടനകളെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ തന്നെ അത് വെറുതെയാണ്. അത്തരത്തിലൊരു വർഗീയത പറഞ്ഞും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും അല്ലെങ്കിൽ ഭീകരവാദികൾ അതിനുള്ളിൽ നുഴഞ്ഞു കയറി ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കിയെന്ന രീതിയിൽ മറ്റൊരു രീതിയിലേക്ക് ഈ കേസിനെ വഴിതിരിച്ചു വിടാനും ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്താനുമാണ് ഇത്തരത്തിലൊരു അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയങ്ങൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സംസ്ഥാന നേതാവിൻ്റെ നാസർ ഫൈസിയുടെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മഞ്ചേരി സ്വദേശിയായിട്ടൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. എങ്ങനെയാണ് മഞ്ചേരി സ്വദേശിയായിട്ടുള്ളൊരു വ്യക്തി ഇത്തരത്തിൽ താമരശ്ശേരി ഫ്രഷ് കട്ട് ദുരന്തവുമായി ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് എത്തുന്നതെന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുക തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ ഉൾപ്പെടെ പോലീസ് വീടുകൾ കയറി പരിശോധന നടത്തുന്നുണ്ട്. ഇതിനെതിരെ വ്യാപകമായ പരാതി പ്രദേശവാസികൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്നലെ വരെ 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഗൗതം, രമ്യൊപ്പം പല SDPI ഭീകരരും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുങ്ങിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം CPM തന്നെ ഇത് SDPI ആണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. കാരണം CPMന് ഇതിനകത്ത് എത്രത്തോളം ധാർമ്മികതയുണ്ട് എന്നുള്ളത്. കാരണം CPMൻ്റെ പല പ്രവർത്തകന്മാരും പകൽ CPMും രാത്രിയാകുമ്പം SDPIയും ആകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോട്ടെ, പക്ഷേ
ഇവിടെ ഈ SDPI ഭീകരർ ഈ കലാപം അഴിച്ചുവിട്ടതിന് ശേഷം പലരും ഗൾഫിലേക്ക് കടന്നു എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ജനം TV തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്താണ്? ഒപ്പം ഇതിൽ 10 പേർ എന്ന് പറയുമ്പോൾ ഒരു വലിയ കലാപത്തിനുള്ള ശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു സംഘർഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ 10 പേരിൽ മാത്രമായി ഈ അറസ്റ്റും കസ്റ്റഡിയും ഒക്കെ ഒതുങ്ങുന്നത് രമ്യ? ഗൗതം, ഈ സംഘർഷം കഴിഞ്ഞതിന് ശേഷം പോലീസ് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് SDPI അല്ലെങ്കിൽ ഒരു കൃത്യമായി തന്നെ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കയറിയ ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനം, അതായത് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം അടിച്ചു തകർക്കുകയും വാഹനങ്ങൾ കുടുപ്പയെ തീയിടുകയും CCTV ക്യാമറകൾ തകർക്കുകയും ചെയ്തത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കൃത്യമായി മുഖം മറച്ചുകൊണ്ട് ആളെ വ്യക്തമാകാതിരിക്കാൻ കയ്യിൽ വലിയ രീതിയിലുള്ള സ്റ്റിക്കുകളുണ്ട് ഉൾപ്പെടെയുള്ളവയായിട്ടാണ് ഇവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസും പറഞ്ഞിരുന്നത്. കൃത്യമായി ഗൂഢലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട്. ഒരു സ്ഥലത്ത് സമാധാനപരമായ സമരക്കാർ സമരം നടത്തുകയും എന്നാൽ അതിനിടയിലൂടെ ഈ മാലിന്യ ഫാക്ടറിയുടെ ബാക്ക് വശത്തോടുകൂടി നുഴഞ്ഞു കയറിയ കുറെ പേരാണ് ഇത്തരത്തിൽ ഈ സംഘർഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പോലീസും പറഞ്ഞിരുന്നു. ഇതിനുശേഷം 365ഓളം പേർക്കെതിരെയാണ് വിവിധ FIRകളിലായിട്ട് കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഇപ്പോൾ 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SDPIയുടെ സാന്നിധ്യം ഉൾപ്പെടെ പലരും പല ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ആരോപണം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുള്ള പലരും വിദേശത്തേക്ക് കടന്നു എന്ന രീതിയിലുള്ള സംശയങ്ങളും എല്ലാം തുടരുന്നുണ്ട്. ഇതിൽ തന്നെയാണ് പോലീസിന്റെ ഈ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ രാത്രിയിൽ ഉൾപ്പെടെ പോലീസ് എത്തി അന്വേഷണം അവിടെ നടത്തുന്നുണ്ട്. പലരും ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. ഈ സമരസമിതി നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സമരസമിതി അംഗങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ ആരും തന്നെ ഇല്ല. ഇതിൽ ചിലരെ മാത്രമാണ് നിലവിൽ ഇപ്പോഴും പോലീസിന് പിടിക്കാനായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടത്. കാരണം എങ്ങനെയാണ് 6 വർഷത്തോളം സമാധാനപരമായി സമരം നയിച്ച ഒരിടത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം നടക്കുന്ന സമരത്തിൽ വലിയ തോതിലുള്ള അക്രമം ഉണ്ടാകുന്നു. വലിയ തോതിൽ കമ്പനിയെ തകർക്കാൻ അല്ലെങ്കിൽ ആ ഒരു കൃത്യമായി തന്നെ ഗൂഢലക്ഷ്യത്തോടു കൂടി, കാരണം ഇത്രയും കാലം സമാധാനപരമായി സംഘർഷം നയിച്ച ഇവർക്കിടയിലേക്ക് അന്നൊരു ദിവസം മാത്രമാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇത്തരത്തിലൊരു ആളുകൾ ഇരച്ചെത്തുന്നത്, കമ്പനിക്കുള്ളിലേക്ക് കയറുന്നത്. മുഖം മറച്ചെത്തിയവരാണ്. ഇവരുടെ കയ്യിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ തന്നെയുണ്ട്. കാരണം ഇത് അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെ കയറിയ ആളുകളാണ്. മറ്റൊരു സംശയം, ഈ CPM നേതാക്കൾ ഇതിനകത്ത് നൽകുന്ന വിശദീകരണം എന്താണ്? കാരണം CPM ആദ്യം മുതൽ തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇതിന് പിന്നിൽ SDPI ഭീകരരാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ അറസ്റ്റിലായിരിക്കുന്നവരിൽ ഈ CPMന്റെ തന്നെ പഞ്ചായത്ത് അംഗവും അതോടൊപ്പം തന്നെ DYFIയുടെ ബ്ലോക്ക് ചുമതലയുള്ള വ്യക്തികളുമൊക്കെ ഇതിൽ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴയിൽ G സുധാകരനെ പോലുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നൊരു വിഷയമുണ്ടല്ലോ, പകൽ SDPIയും പകൽ DYFI അല്ലെങ്കിൽ CPM, രാത്രിയായി കഴിഞ്ഞാൽ SDPI. ഇതൊരു പൊതു പ്രശ്നമാണ്. അപ്പോൾ പല പ്രമുഖ CPM നേതാക്കളും പറയാതെ പറയുന്നുണ്ട് സംഘടനയുടെ അവസ്ഥ ഇതാണ്, അതായത് ഈ പാർട്ടിക്കകത്തേക്ക് ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന വസ്തുത സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറയാതെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ പ്രകടമായ ഉദാഹരണമാണല്ലോ നമുക്ക് ഈ കോഴിക്കോട് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് രമ്യ. തീർച്ചയായും ഗൗതം, ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുകയാണ്. കാരണം ഈ വിഷയം നടന്ന ആദ്യം പോലീസിന്റെ ഭാഷ്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടറി CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നത്. കാരണം SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ട്. അവരാണ് ഇത്തരത്തിൽ നുഴഞ്ഞു കയറി അക്രമം നടത്തിയതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഏകദേശം 10 പേരാണ്. ഇതിൽ ആദ്യ പ്രതി ഈ 365ഓളം FIRകളിൽ എല്ലാം തന്നെ ഈ അതിക്രമിച്ച് കയറൽ, അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയ വിവിധ FIRകളാണ് പോലീസ് ഇട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും DYFI നേതാവുമായിട്ടുള്ള മെറൂഫാണ് 1ാം പ്രതിയായിട്ട് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ, അതായത് അതിൽ വിവിധ തരത്തിലുള്ള CPMകാരുണ്ട്. പക്ഷേ സമരസമിതി ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത് ഇത് നാട്ടുകാരുടെ സമരം തന്നെയാണ്, ഇതിൽ ഈ സംഘർഷം ഉണ്ടാക്കിയവരുമായി ഒരു ബന്ധവുമില്ല എന്ന് സമരസമിതി പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. കാരണം എങ്ങനെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അറസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇതിൽ തന്നെയാണ്
വ്യാപകമായ ആരോപണം നിലനിൽക്കുന്നത്. കാരണം മഞ്ചേരി സ്വദേശി എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള ഒരു വ്യക്തത കൂടി ഇനിയും പുറത്തു വരേണ്ടത്. അതിനാൽ തന്നെയാണ് നമുക്ക് ഈ SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് പറയാനുള്ള പുറത്തു വരുന്ന കാരണങ്ങൾ. കാരണം എങ്ങനെയാണ് മറ്റ് പുറത്തുനിന്നുള്ള വ്യക്തികൾ ഒരു നാട്ടിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിൽ സമരം നടത്തുമ്പോൾ പുറത്തുനിന്നുള്ള വ്യക്തികൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അയാളുടെ അറസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്, കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഗൗതം. ഓക്കെ രമ്യ, വളരെ ഗുരുതരമായൊരു വിഷയമാണ് ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ശരിയാണ്, ആ ഫ്രഷ് കട്ടിനെതിരെ നടന്നൊരു വളരെ സമാധാനപരമായിട്ടുള്ളൊരു സമരമായിരുന്നു. ആ സമരത്തിനകത്തേക്കാണ് ഈ ഇസ്ലാമിക ഭീകര ശക്തികൾ നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ വലിയൊരു കലാപമുണ്ടാക്കുകയും പോലീസിനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇത് പല ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വളരെ സമാധാനവും ശാന്തവുമായി നടന്നുകൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾക്കിടയിലേക്ക് ഇത്തരം അതിതീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നുഴഞ്ഞു കയറുകയും അവരിതിൻ്റെ ദിശ വേറൊരു നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലേക്കും അത് വ്യാപകമായി എത്തുന്നു. പോപ്പുലർ ഫ്രണ്ട് SDPI എന്നൊക്കെ പറയുന്നത് ഈ IS പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നമ്മുടെ ഇന്ത്യയിലെ ഏജന്റുമാരാണ്. അതിനാൽ ആഗോളതലത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല തന്ത്രങ്ങളും അവർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരെ ആവിഷ്കരിക്കാൻ ശ്രമിക്കും എന്ന വിഷയത്തെ വളരെ ഗൗരവമായി നമ്മൾ നോക്കിക്കാണുക. രമ്യയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും നൽകിയത്.